അങ്ങനെ സംശയിച്ച് ഭർത്താവിന്റെ പിറകെ നടക്കുന്ന മൂന്നാം തരം പെണ്ണൊന്നുമല്ല കളപ്പുരയ്ക്കൽ ഗൗരി. എന്റെ ഒരു പേഷ്യന്റിന് എമർജൻസി ഓപ്പറേഷൻ വേണ്ടി വന്നു, അതുകൊണ്ട് വന്നതാ. അതെന്തായാലും നന്നായി. ഇതാ ഞാൻ പറയുന്നത്, ഹരിക്ക് ഈ ജീവിതത്തിൽ ഒന്നും എന്നിൽ നിന്നും മറയ്ക്കാൻ പറ്റില്ലെന്ന്. നിന്നോടൊന്നല്ല, ആരോടും എനിക്കൊന്നും മറയ്ക്കാനില്ല. ക്ലിയർ ക്രിസ്റ്റൽ ലൈഫ് എന്റെ എന്ന് പറയും. അത് ആർക്കും പറയാം, കേൾക്കുന്നവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ. ചങ്ക് തുറന്നാലും ചെമ്പരത്തിപ്പൂവാന്ന് പറഞ്ഞാ ആ ചങ്ക് ഞാനങ്ങ് കൊട്ടിയടയ്ക്കും. എന്നിട്ട് തേടിപ്പോവും ചെമ്പരത്തിപ്പൂക്കളെ. ഞാൻ ഇറങ്ങാ. വിഷമിക്കരുത്, ഈശ്വരനൊരു വഴി കാണിച്ചു തരും. എപ്പോ അർജുനന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നോ അപ്പൊ പറയണം. ഒറ്റയ്ക്കായി പോയെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒറ്റയ്ക്കല്ലല്ലോ, എനിക്കെന്റെ കുഞ്ഞില്ലേ കൂടെ. രണ്ടുപേരും വന്നല്ലേ, ഹരിയേട്ടനും സിദ്ധാർത്ഥനും? അവരിൽ ആരാ? അല്ല, ഒരു വീട്ടിൽ താമസിച്ചവരായതുകൊണ്ട് ചോദിച്ചതാ. ഒരു പെണ്ണ് തീരുമാനിച്ച ആണിനെ കിട്ടാനാണോ പാട്? വീട്ടിന് തന്നെ വേണമെന്ന് നിർബന്ധം എന്താ? അവരെ കണ്ടപ്പോ ഒന്ന് ചോദിച്ചു പോയതാ. സോറി, എനിക്കൊന്നും അറിയണ്ട. അറിയണം. അറിയണ്ടെന്ന് നടിക്കുക അർജുനേട്ടൻ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മുന വെച്ച് സംസാരിക്കില്ല. നീ ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട, ഇനി ചോദിക്കില്ല ഞാൻ. വേണുവിന്റെ അടുത്തിരിക്കുമ്പോ ഓർമ്മകൾ അങ്ങോട്ട് പുറകോട്ട് പോവുക. എന്ത് രസമായിരുന്നു നമ്മുടെ ചെറുപ്പകാലം അല്ലേ? ഞാൻ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചല്ല ആലോചിക്കുന്നേ, ഇനിയുള്ള കാലങ്ങളെ കുറിച്ചാ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഇതും അതാ ഇപ്പൊ എന്റെ മനസ്സില്. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായ ആളാ ഈ പറയുന്നത്. എനിക്കെന്താ ഒരു രണ്ടാം കെട്ടുകാരനെ കിട്ടുള്ളൂ. അപ്പോ അങ്ങനെ ഗീതുന്റെ മനസ്സിലല്ലേ എന്നോട് ഇഷ്ടക്കുറവുണ്ടല്ലേ? അങ്ങനെ പിണങ്ങല്ലേ എന്റെ പൊന്നെ. ദാ കഴിക്കേ. വേണ്ട, കഴിക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, എനിക്കിഷ്ടാ വേണുനെ. ദാ കഴിക്കേ. അംബികയും കുട്ടിയെയും എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അത് കഴിഞ്ഞ് ഞാൻ വരും എന്റെ ചെറുക്കന്റെ കൂടെ. വാക്കാണേ? ഞാൻ വാക്ക് മാറില്ല. പക്ഷെ ഒരു രണ്ടാം ഭാര്യയായിട്ട് ഞാനിരിക്കില്ല. അവളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അയ്യോ, എഴുന്നേക്കണ്ട മോൾ, അവിടെ ഇരിക്കേ. ഇരിക്കടി അവിടെ.
രണ്ടുപേരും എഴുന്നേക്കരുത്. മോനെ, ഓറഞ്ചിന് ഇത്രയ്ക്ക് കൊതിയാണോ? അത് അമ്മ ഇപ്പോഴാ അറിയുന്നത്. അമ്മ തരാൻ കേട്ടാ. എന്തോരം വാരി തന്നിട്ടുള്ളതാ അമ്മ. എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. കഴിക്കാതെ പറ്റില്ല. എന്റെ പൊന്നുമോനെ, വാ വിളിച്ചേ. വാ തുറക്കടാ അങ്ങോട്ട്. തുപ്പരുത്. ഓ, തുപ്പിയാലേ ഈ പാത്രം എടുത്തിയാൽ തലക്കടിക്കും. ഇറക്കടാ, ചവച്ചരച്ചിറക്കടാ. മോക്ക് വേണോടി? ശേ, അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. വാ തുറക്കടി. തീറ്റയുടെ കൊതി ഇന്ന് ഞാൻ നിർത്തിക്കും. മേലിൽ ഇത്തരം ഗോഷ്ടി ഇവിടെ കാണിച്ചോ പൊത്തലെടുത്ത് അടിക്കും ഞാൻ. ഇവനെ വാരാനും വാരി കൊടുക്കാനും ഒക്കെ ദേ അഴകും ആരോഗ്യമുള്ളൊരു പെണ്ണകത്തുണ്ട്. നിന്റെ വായില് ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അകത്ത് ഓടി. എന്താടാ? എന്തെങ്കിലും പൂതി എന്റെ മോന്റെ മനസ്സിനകത്തുണ്ടെങ്കിൽ അതെ ദേ അമ്മ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. ഒടിച്ചെടുത്തടിച്ച് പൊട്ടിക്ക് ഞാൻ, നല്ല തെരണ്ടി വാലിന്. ആ മൈന സ്റ്റെയർ കേസിൽ നിന്ന് വീണത് ഒരു സ്വാഭാവിക വീഴ്ചയായിട്ട് തോന്നുന്നില്ല ഗൗരി. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് എ പ്ലാൻഡ് അറ്റംപ്റ്റ്. ആര് പ്ലാൻ ചെയ്തു എന്നാ ഹരി പറയുന്നത്? അർജുനോ? അർജുനൻ ആ സമയത്തോടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാ? ആശാലതയും ആ പൊട്ടൻ കിളവനും അല്ലേ അവിടെയുള്ളൂ? പൊട്ടനോ? അയാൾ അവിടെ കുനിഷ്ഠബുദ്ധി ഉപദേശിക്കുന്നവൻ. അർജുനെ സകല തരികിടയും പഠിപ്പിക്കുന്ന അയാളാ. അവര് വീഴ്ച എന്നാണോ ഹരി പറയുന്നത്? അതിനുള്ള സാധ്യതയുണ്ട്. എന്തിന്? മൈന വീണതുകൊണ്ട് അവർക്ക് എന്താ പ്രയോജനം? എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവും. ഗർഭിണിയായ ഒരു പെണ്ണിനെ അർജുനൻ കൂടെ കൊണ്ട് താമസിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഗർഭിണിയാണെങ്കിൽ എന്താ? അത് അർജുന്റെ കുട്ടിയല്ലേ? ആണ്. എന്നാലും സംശയമുണ്ടോ? എന്ത്? അർജുന്റെ കുട്ടിയാണ് മൈനയുടെ വയറ്റിലെന്ന് പറഞ്ഞതിൽ സംശയമുണ്ടോന്ന്? ഏയ് ഇല്ല, അവള് പേരെടുത്ത് പറഞ്ഞതല്ലേ. ഹരിയുടെ സംസാരവും പെരുമാറ്റവും കണ്ട ഒരു സംശയം ഉള്ളതുപോലെ തോന്നും. ഏയ് അവള് കള്ളം പറയില്ല. ഇത്രയും വലിയ കള്ളം പ്രവർത്തിക്കുന്നവൾക്ക് കള്ളം പറയാനാണോ പാട്? നീ എന്തേ പറഞ്ഞു വരുന്നത്? ഒന്നും പറയാതിരിക്കുന്നതാ കുടുംബജീവിതത്തിന് നല്ലത്. വെറുതെ ഊഹാപോഹങ്ങൾ പറഞ്ഞും ചിന്തിച്ചും മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന എന്തിനാ? ഇത് ശരിയാവില്ല ചാ. എനിക്ക് ഈ ജീവിതം മടുത്തു. എന്റെ മരണത്തിന് കാരണം അമ്മയെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ഒന്ന് അടങ്ങടാ മോനെ. എങ്ങനെ അടങ്ങും? ഈ മുഴുപ്പുള്ളൊരു ഓറഞ്ചാ എന്റെ വായിൽ കുത്തിത്തിരിയത്. കണ്ണു മിഴിച്ചു പോയി ഞാൻ. ഞാനിപ്പോ എന്തുവാ വേണ്ടേ? എന്റെ ജീവിതത്തിൽ നിന്ന് അമ്മയെ ഒഴിവാക്കി തരണം. അത് ബുദ്ധിമുട്ടല്ലയോടാ. എത്രയായാലും അമ്മ എന്നുള്ള സ്ഥാനത്തൊന്നും എടുത്തു കളയാൻ പറ്റുമോ? അച്ഛൻ എവിടെ നിന്ന് കിട്ടിയ അമ്മയെ? അമ്പിനും വില്ലിനും അടുക്കാത്ത സ്ത്രീ. അങ്ങനെയൊന്നും പറയല്ലേടാ, നിന്റെ അമ്മയാ. ഇത്തരം ഒരു അമ്മ എനിക്ക് ആവശ്യമില്ല. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. അത് അച്ഛന്റെ കുഴപ്പം. ഓ, നീ ഇങ്ങനെ തന്നെ പറയണം. വാഴ കൊലച്ച പോലെ ഒരെണ്ണമേ ഉണ്ടായുള്ളൂ. അതിന്റെ കയ്യാ വളരുന്നേ കണ്ണാ വളരുന്നെന്ന് നോക്കി ഒന്ന് നിർത്തുവോ? അച്ഛനോട് എനിക്ക് പുച്ഛം തോന്നുക. എന്തിനാ? നാളിതുവരെയായിട്ട് അമ്മയ്ക്കിട്ടൊരു അടിയെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞു അച്ഛന്. അവളെ തല്ലിയാലേ അവള് തിരിച്ചു തല്ലും. അത് അച്ഛന് കഴിവില്ലാത്തോണ്ട്. കഴിവില്ലാത്തോണ്ടൊന്നും അല്ലടാ. ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇറങ്ങിപ്പോടി ചൂലേന്ന് ഞാൻ ഒരു തവണ പറഞ്ഞതിനെ ഉറങ്ങിക്കിടന്നപ്പോ അവൾ എന്റെ നെഞ്ചത്ത് മുറ്റമടിക്കുന്ന ചൂലെടുത്ത് വെച്ചു. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പാപ്പു പറയുന്നവരെ ചൂലും കെട്ടിപ്പിടിച്ചാടാ ഞാൻ കിടന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇറങ്ങിപ്പോടി പട്ടീന്നാ ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ. എനിക്കിതൊന്നും കേക്കണ്ട. അമ്മയെ നിലക്കെടുത്തില്ലെങ്കിലേ ഗീതുന്റെ വഴിക്ക് പോവും. അതിനു മുമ്പ് നീ അവളെ പ്രേമിച്ച് നിന്നെ വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിലാക്കണം.
പഴയ കാലമൊന്നുമല്ല. ഇപ്പൊ പ്രേമത്തിനൊന്നും പെമ്പിളരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പ്രേമത്തിനല്ലേ പിടിച്ചു നിർത്താൻ പറ്റാത്തുള്ളൂ. നീ അവളെ അച്ഛൻ ഇത്രക്കാരനായിരുന്നു. ഒരച്ഛൻ മകന് ഇതൊക്കെ പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇതല്ലാതെ വേറെ മാർഗമില്ലടാ. ഇതുകൊണ്ട് രണ്ടാ ഗുണം. ഏതു നിന്നെ വിട്ടു പോവുകയല്ല, അമ്പിയെ നിന്നെ വിട്ടു പോവുകയും ചെയ്യും. അർജുന, നിനക്കെന്തെങ്കിലും മനമാറ്റമുണ്ടോ? പണവും പെണ്ണും ഒരു പുത്തരി അല്ല അർജുന. എനിക്ക് ഇഷ്ടം പോലെ കയ്യിൽ വന്നും കൈമറിഞ്ഞും പോയിട്ടുണ്ട്. എന്നാലേ ഇതതിനപ്പുറം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ SP ഹരിശങ്കറിന്റെ കുടുംബത്തോട് അടുപ്പമുണ്ടോ നിനക്ക്? അടുപ്പോ? എന്റെ ശത്രുക്കളെ അവര് ദ്രോഹിക്കാവുന്ന തരത്തിലൊക്കെ അവരെന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. മൈനിയോടുള്ള അടുപ്പം ഇഷ്ടമായിരുന്നു. ഒരു ഭ്രാന്തായിരുന്നു എനിക്ക് അവളോട്. അവൾക്കോ? അത് വേണുവിനോട് ഞാൻ പറഞ്ഞല്ലോ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കില്ല. ഇനിയും ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് അവൾ തീർത്ത് പറയുകയും ചെയ്തു അല്ലേ? ആ, പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ കുഞ്ഞല്ല അവളുടെ വയറ്റില്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ കുഞ്ഞല്ല അവളുടെ വയറ്റില്. ഇനിയെങ്കിലും ഈ വിഡ്ഢിവേഷം കെട്ടല്ലേ അർജുന. നീ സ്നേഹിച്ച മൈനെ അല്ല ഇപ്പൊ നിന്റെ കൂടെ ഉള്ളത്. ഹരിശങ്കറോ അല്ലെങ്കിൽ മറ്റാരോ ഉപയോഗിച്ച് പഴകിയ ഒരു വിഴുപ്പ് ഭാണ്ഡം മാത്രമാണ് ഇപ്പോ മൈന. നിന്നെ വെറുക്കുന്ന മറ്റൊരുത്തിന്റെ കുഞ്ഞിനെ ചുമക്കുന്ന അവളെ ഇനിയും നിനക്ക് വേണം. വേണ്ട, അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എനിക്കുമുണ്ട് തീർത്താൽ തീരാത്ത വൈരാഗ്യം. ആ കുടുംബത്തിലെ ഓരോരുത്തരും ഇല്ലാതാവണം. സിദ്ധാർത്ഥൻ വേദനിക്കണം, ഹരിശങ്കർ കരയണം. മൈന കഴിഞ്ഞ പിന്നെ മാനസ. എനിക്കുണ്ടായ അപമാനത്തിന് പകരം ഹരിശങ്കർ നഷ്ടം ഉണ്ടാവണം. സിദ്ധാർത്ഥന് നഷ്ടം ഉണ്ടാവണം. ഒരു അബോഷന് വേണ്ടിയൊന്നും ഇനി കാത്തു നിൽക്കണ്ട. മുംബൈയിലെ രാജേന്ദ്ര സേട്ടുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. മുമ്പ് ഇതുപോലെ പല ഡീലിങ്സ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരിട്ടാണോ ഡീലിങ്സ്? അല്ല, സേട്ടിന്റെ പണം ഇവിടെ കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരു മാർവാടി ഉണ്ട്. സത്യത്തില് അയാൾ മാർവാടി അല്ല, വട്ടപ്പലിശക്കാർക്കിടയിൽ വട്ടം ചുറ്റുന്നൊരു കുറുക്കൻ. അയാൾ വരും നാളെ. എന്തു പറയുന്നു? വാക്ക് മാറില്ല. ക്ഷീണം മാറാൻ ഇതാ നല്ലതേ. ഈ സമയത്ത് എവിടുന്ന് കിട്ടി ചൂടുള്ള കഞ്ഞി? വേണമെന്ന് വെച്ച് എന്താ മൈനെ കിട്ടാത്തത്? ക്യാൻറ്റീനിൽ കഞ്ഞി ഉണ്ടായിരുന്നു, തണുത്തു പോയതാ. ഞാൻ പിന്നെ കിച്ചണിൽ നാളെ വിളിച്ച് ചൂടാക്കിച്ചു. ഇതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണോ അതോ വെറും പ്രകടനങ്ങളോ? മൈനയ്ക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. തൽക്കാലം ഇത് കുടിക്ക്. ഇത്രയ്ക്കൊന്നും വേണ്ട, ഇത് കുറച്ച് കൂടിയ അഭിനയം. വയ്യല്ലൊന്ന് കരുതിയാ ഞാൻ. എനിക്കങ്ങനെ വയ്യായികയൊന്നുമില്ല. ഒരാള് നല്ലവനാവാൻ ശ്രമിക്കുന്നത് ചിലപ്പോ മനസ്സിലായെന്ന് വരില്ല, പക്ഷെ നല്ലവനാണെന്ന് നടിക്കുന്നത് എളുപ്പം മനസ്സിലാവും. ഞാനിപ്പോ എന്ത് ചെയ്താലും മൈനെ വിശ്വസിക്കില്ല. അതിന് എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നുള്ളൂ. പെട്ടെന്നുള്ള മാറ്റം മൈനയ്ക്കെന്നല്ല ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല.
എന്ത് പറ്റുമോളെ? ഒന്നുമില്ല. എന്തുണ്ട്? അല്ലെങ്കിൽ ഈ മുഹൂർത്തത്തിലെ കർമ്മം കയറൂല. എനിക്ക് വേണുവിനെ പിരിയാൻ വയ്യ. ആര് പറഞ്ഞു പിരിയണോന്ന്? നമ്മൾ ഒന്നിക്കാൻ പോവല്ലേ? എന്ന് നീ നോക്കിക്കോ, അധികം താമസിക്കൂല. ഒന്ന് സ്വാതന്ത്ര്യത്തോട് അടുത്തിരിക്കാനും കുറെ സംസാരിക്കാനും എന്ത് കൊതിയാ എനിക്കെന്നറിയാവോ? സംസാരിച്ചാൽ മാത്രം മതിയോ? ഒന്ന് പോവേണു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. നടക്കും, നീ മനസ്സ് വെച്ചാ മതി. വേണുവിനെ ഒന്ന് അടുത്ത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ വരട്ടെ ഇന്ന് രാത്രി? എവിടെ? മുറി തുറന്നിട്ടാ മതി. അയ്യോ, എനിക്ക് പേടിയാ. ആരെങ്കിലും അറിഞ്ഞ എന്നെ കൊല്ലും. ആരെങ്കിലും പറയാൻ മാത്രം ഇവിടെ ആരാ? അച്ഛൻ അറിഞ്ഞ ഒരു കുഴപ്പമില്ല. അമ്മയാണെങ്കിൽ കട്ടിലുണ്ട് അപ്പ കൂർക്കം വിളിക്കുന്ന ആളാ. പിന്നെയുള്ള അമ്പയ്യ, അവൾ അറിഞ്ഞ അത്ര നല്ലതാ. പിന്നെ കാര്യങ്ങളൊക്കെ സ്പീഡാവും. എന്നാലും പിന്നെയുള്ള അമ്പയ്യ, അവൾ അറിഞ്ഞ അത്ര നല്ലതാ. പിന്നെ കാര്യങ്ങളൊക്കെ സ്പീഡാവും. എന്നാലും നീ പേടിക്കണ്ട. ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് പ്രണയിക്കാനുള്ളതാ. എന്താ? ഒന്നുമില്ല. അമ്മ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഇല്ലേ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. നീ എന്താടി ഈ ചെറുക്കനെ ചുറ്റിപ്പറ്റി നടക്കുന്നേ? എന്താടാ രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിച്ച എന്താണെന്ന്? ഒന്നുമില്ല. എന്തെങ്കിലും തോന്നിയാസാണെങ്കിൽ ഇവിടെ നടക്കില്ല, പറഞ്ഞേക്കാം. ഒന്നുമില്ല, ഞാൻ നിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്ന് മോളുടെ ശാഠ്യം കാരണം ജോലിയൊന്നും തീർന്നില്ല. വേണുവേട്ടന് 1 മണിക്ക് മുമ്പ് ഊണ് നിർബന്ധമല്ലേ? ഒരു വേണുവേട്ടൻ എന്തിനാടി അവന് വേണ്ടി വെച്ച് വിളമ്പി അവന്റെ തുണി കഴുകി ഇങ്ങനെ ജീവിക്കുന്നത്? ഒരു ഇത്തിരി സ്നേഹം അവന് നിന്നോടുണ്ടോ? എന്നെങ്കിലുമൊക്കെ ശരിയാവും അമ്മേ. വെറുത്ത് വെറുത്ത് മടുക്കുമ്പോ സ്നേഹിച്ചു തുടങ്ങും. സ്നേഹിച്ചു തുടങ്ങി. നിന്നെ അല്ല, അവളെ. രണ്ടും കൂടെ മുക്കിലും മൂലയിലും നിന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. നീ അടുക്കളക്കാരിയും അവള് വീട്ടുകാരിയായി പോകരുത് മോളെ. അതേ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഞാൻ എന്ത് വേണോന്ന് അമ്മേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണുവിന്റെ അച്ഛനെ തരം കിട്ടിയ വേലിയാടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കൺമുമ്പിലൊന്നും കണ്ടിട്ടില്ല. കണ്ടാ ഞാൻ കൊല്ലുമെന്ന് അങ്ങേർക്കറിയാം. അത്രയെങ്കിലും പേടി വേണം നമ്മളെ, ഇല്ലെങ്കിലേ ഇതുപോലെ ഇരിക്കും. ഓ, ഈ നിപ്പ് കാണുമ്പോ സത്യത്തിൽ നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പെണ്ണുങ്ങൾ പാവമാവാം, പക്ഷെ ഇതുപോലെ അടിമകളാകരുത്.